ഹായ്, ഞാനിപ്പോൾ ഉള്ളത് അജ്മീർ റെയിൽവേ സ്റ്റേഷനിലാണ്. സമയം രാവിലെ 6 മണിയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അജ്മീറിൽ നിന്ന് ആഗ്രയിലോട്ട് പോകണം, ആഗ്ര ഫോർട്ടിലേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് ആഗ്രയിലാണ്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്, ആഗ്രയിലാണ് താജ്മഹൽ ഉള്ളത്. താജ്മഹലിലേക്കാണ് ഇനി യാത്ര. ഏകദേശം 12:30 ആകുമ്പോഴേക്കും താജ്മഹലെത്തും, ആഗ്രയിലെത്തും. അവിടെ നിന്ന് ഏകദേശം ഒരു 1 മണി 1:30 ആകുമ്പോഴേക്കും താജ്മഹലിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. താജ്മഹലിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അടിച്ചു പൊളിക്കാം. ഓക്കെ, ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ആഗ്ര ഫോർട്ട് ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ, ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് തന്നെ ആഗ്ര ഫോർട്ട് എത്ര നന്നായിട്ടാണ് കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിയാണ്. ഞങ്ങൾ വന്ന ട്രെയിൻ ഇതാണ്. ഇത് റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ ഇതാണ് ഫോർട്ട്, ആഗ്ര ഫോർട്ട്. हम 300 रुपये लेता है ताज फोर्ट गार्डन और बाजार घुमाने का, घुमा करके सीधा बस स्टैंड छोड़ता है. ആഗ്രയിൽ നിന്ന് താജ്മഹലിലോട്ട്, ആഗ്ര സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിലോട്ടൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട്. ഓട്ടോ പിടിച്ച് ഒന്ന് ഷെയർ ടാക്സി ആയിട്ട് പോവാം, അതല്ലെങ്കിൽ ഓട്ടോ പ്രൈവറ്റ് നമുക്ക് തന്നെ പിടിച്ചിട്ട് പോവാം. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഓട്ടോ പിടിച്ചതാണ്. 100 രൂപയാണ് ചാർജ് പറഞ്ഞത്. ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ ഇവിടെ എത്ര ആയിരിക്കും. അദ്ദേഹം പറയുന്നത് രാവിലെയും വൈകുന്നേരവും ആണ് ബെസ്റ്റ് കാണാൻ. ഉച്ചക്ക് പോകണ്ട, ഭയങ്കര ചൂടെടുക്കും, ചൂടെടുത്ത് നിൽക്കാൻ പറ്റില്ല, റെസ്റ്റൊക്കെ എടുക്കുന്ന പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇന്ന് രാത്രി ഡൽഹിയിലോട്ട് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് റെസ്റ്റില്ല. आज रुकेगा, कल को घूमेगा सब. क्या है टिकट का, वो टिकट का ना, वो भीड़ बहुत लग रहा है, धूप में लोग चल रहे हैं. अगर साइबर कैफे से आपको ढूंढाएगा ना तो प्रिंट आउट आपको दे देगा, टिकट दे देगा आपकी आईडी से, स्कैन करा के अंदर जाने का, भीड़ से बच जाओगे. फिर आपको टिकट करवा देगा रास्ते में. ठीक है सर, ताजमहल का टिकट, फिर अपने आराम से घूमिएगा. 65 का टिकट है, एक टिकट बुकिंग है ताजमहल. हाँ, ऑनलाइन बुकिंग. ओके, तो फिर तो कोई प्रॉब्लम. तो बस का टिकट बिफोर कराएगा ना, बढ़िया रहेगा. हाँ, बिफोर से ये होता है कि आपका टिकट हो चुका है, जितने बजे आप बस पर जाएगा उतना बस निकालेगा. 400 रुपीज़ का टिकट है मोनो बस. वहाँ पावर निजामुद्दीन दिल्ली. अगर अभी ऑन द वे बस स्टैंड पड़ेगा, अगर बुक कराना हो तो आप करा सकते हैं. ठीक है, ऑनलाइन बुकिंग है, ऑनलाइन बुक बस. चलो ठीक है, पूरा ऑनलाइन. ओके सर, पूरा टूर पैकेज ऑनलाइन. चलो ठीक है. ഓട്ടോ മാത്രം ഓഫ്ലൈൻ. अभी क्या है, ताजमहल के अंदर 3 घंटा लगेगा घूमने में, जो भी आप घूमेगा ऊपर से नीचे घूमने के. हाँ, वापस घूमने तो
कुछ हल्का सा ब्रेकफास्ट लंच लेना है और लस्सी 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 और पापड़ हल्का आओ താജ്മഹലിന്റെ ബാക്ക് സൈഡാണ് खाली पेट കാണുന്നത്. घूमेगा പോകുന്ന വഴിക്ക് दिक्कत തന്നെ आएगा കാണുന്നുണ്ട്. ताजमहल वेस्ट गेट വെസ്റ്റ് ഗേറ്റ് അല്ലേ? വെസ്റ്റ് ഗേറ്റിലോട്ടാണ് പോകുന്നത് താജ്മഹൽ. താജ്മഹലിൽ ടോട്ടൽ 3 ഗേറ്റ് അല്ലേ? വെസ്റ്റ് ഗേറ്റിലോട്ടാണ് പോകുന്നത്. आ रहा मेरी जान वॉकिंग डिस्टेंस 100 मीटर मैन गेट ओके ആ ഷൂസ് നോട്ട് അലൗഡ്. അത് ഷൂസിൻ്റെ മുകളിൽ ഏ You're going Taj Mahal, take vehicle inside the whole park, the government vehicle. Because the Taj Mahal from here distance 700 meter far. അത് Because too much hot, running is very hard. ഷൂവിൻ്റെ പുറത്ത് ആ I am the working here undertaking of government. If you want, I am coming to you. അവൻ ചുളുവിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കിയാണ്. ഞാൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ താജ്മഹലിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വരണം എന്നൊക്കെ പറഞ്ഞു. താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റിലേക്കുള്ള നടപ്പാതെ എന്താ പറയുക, അവിടെ നിന്ന് കുറച്ച് വണ്ടി ഇറങ്ങിയിട്ട് ഓട്ടോ ഇറങ്ങിയിട്ട് ഒരു 1 കിലോമീറ്ററിൻ്റെ അകത്ത് നടക്കണം. പൈസ അവിടെ കുറച്ച് ഗൈഡുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ എന്നൊക്കെ ചോദിച്ച് ഓൺലൈനിലൂടെ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ഗൈഡിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അല്ല, ഗൈഡ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണം, നിങ്ങൾ പോകുന്നത് ലോകത്തിലെ ഒരു വണ്ടറിലേക്ക്, മീൻസ് ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല, ലോകത്തിൻ്റെ അത്ഭുതമാണ് താജ്മഹലെന്ന്. ഒരുപാട് ഹിസ്റ്ററീസ് ഉണ്ട്. പക്ഷേ ഗൈഡിനെ ഞങ്ങൾ വെക്കാത്തതിന് കാരണമുണ്ട്, ഞങ്ങൾക്ക് അത്ര വലിയ ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അറിയില്ല. ഒന്നാമത്തെ കാര്യം, അവർ കംപ്ലീറ്റ് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പറഞ്ഞുതരും. നമ്മളെന്ത് ചെയ്യാൻ? വെസ്റ്റ് ഗേറ്റ് 400 മീറ്റർ, ക്ലോക്ക് റൂം 100 മീറ്റർ. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാഗ് ലഗേജൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിവിടെ ക്ലോക്ക് റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് വേണം, നമ്മൾ ഫ്രീ ആയിട്ട് വേണം അങ്ങോട്ട് അകത്ത് കിടക്കാൻ, അല്ലെങ്കിൽ അകത്തോട്ട് കയറ്റി വിടില്ല. ഓക്കെ, എല്ലാ ഗേറ്റും 3 ഗേറ്റാണ് പ്രധാനമായിട്ടും താജ്മഹലിലുള്ളത്. അതിൽ എല്ലാ ഗേറ്റിൻ്റെ സൈഡിലും ഇതേപോലെ ലോക്കർ റൂംസ് ഉണ്ടാവും, അവൈലബിൾ ഉണ്ടാവും. അപ്പോൾ അവിടെ പോവുക, നമ്മുടെ ലഗേജ് അവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട മൊബൈലോ ക്യാമറയോ കാര്യങ്ങളോ എടുക്കുക. വാട്ടർ ബോട്ടിലോ മറ്റോ എടുക്കാണ്ട് അത് എടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ താജ്മഹലോട്ട് വിടുക. ഞങ്ങൾ വെസ്റ്റ് ഗേറ്റിൻ്റെ അവിടെയുള്ള ആ ഒരു ഗേറ്റിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡുള്ള ലോക്കർ റൂം ഇതാണ്. സൈഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇതാണ് ടിക്കറ്റ്. ഹനുമാൻ कुछ नहीं होगा इसको അപ്പോൾ ലോക്കർ റൂമിൽ വെച്ചിട്ട് നേരെ നടന്നാൽ മതി. മലപ്പുറത്തൊരു ടീമിനെ കണ്ട് കൂടെ പോകുമ്പോഴേ. കയറിയില്ല, ഇപ്പോൾ കയറാൻ പോകുന്നത്. അല്ല, അജ്മീർ നോക്കില്ല. അജ്മീർ ഭയങ്കര അജ്മീർ ഇന്നലെ ഭയങ്കര ഇങ്ങനെ കട്ടി നിറച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ചൂടാണ്. അവിടെ പോകുമ്പോഴേ ഇത് ഈ പറഞ്ഞ സാധനം നമ്മുടെ
ഷൂസ് ഉണ്ടല്ലോ, ഷൂസിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ മാസ്ക്, ഇപ്പോഴത്തെ അവസ്ഥയിൽ വിത്തൗട്ട് മാസ്ക് അതിനകത്ത് എൻട്രി ഇല്ലെന്നാണ് പറഞ്ഞത്. മാസ്ക് ഇല്ലാതെ എൻട്രി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ചില റെസ്ട്രിക്ഷൻ ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കരുതുക. കാരണം അത് അവിടെ ചിലപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ തിരിച്ചയക്കും, വീണ്ടും വാങ്ങാൻ വേണ്ടി തിരിച്ചയക്കും. എൻട്രി ഇതിലാണ്. ടിക്കറ്റ് എടുത്തവർക്ക് ഇതിലൂടെ ഫ്രീ വൈഫൈ ഫെസിലിറ്റി അവൈലബിൾ അറ്റ് താജ്മഹൽ ബുക്കിംഗ് ഫോർ ഓൺലൈൻ ടിക്കറ്റ്. അപ്പോൾ വെസ്റ്റ് ഗേറ്റിലൂടെ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്, താജ്മഹലിൻ്റെ അകത്തോട്ട്. വെസ്റ്റ് ഗേറ്റിലൂടെ അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ശരിക്കും ഒരുപാട് ഹിസ്റ്ററികളുള്ള സ്ഥലമാണ് താജ്മഹൽ. കാരണം ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുമ്പോൾ, താജ്മഹൽ എന്ന് പറയുമ്പോൾ ലോകത്തിൽ 7 അത്ഭുതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു അത്ഭുതമായിട്ട് എന്താ പറയുക കണക്കാക്കുന്ന ഒരു അത്ഭുതമാണ് താജ്മഹൽ. ഒരു അത്ഭുതമായിട്ട് അറിയപ്പെട്ട അത്ഭുതമാണ് താജ്മഹൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഏതൊരാളും വരാൻ ആഗ്രഹിക്കുന്ന, കുതിച്ചു പോകുന്ന ലോകത്തിലെ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് താജ്മഹൽ എന്നുള്ളത്. ഇതവിടെ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ്, താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റ്. അതാണ് ഞങ്ങൾ കയറിയത്. ഈ ഗേറ്റാണ്, വെസ്റ്റ് ഗേറ്റ് എന്ന് പറഞ്ഞ ഗേറ്റിലാണ്. അത് മെയിൻ ഗേറ്റാണ്. താജ്മഹലിലെ കവാടമാണ് ഈ കാണുന്നുള്ളത്. താജ്മഹലിലെ കവാടമാണ്. ഓക്കെ, ഇവിടെ വരുന്നവർ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ആഗ്രയിൽ ഇറങ്ങിയിട്ട് ആഗ്രയിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഷെയർ ടാക്സിയോ ത്രൂ വരിക. എന്നിട്ട് ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. പറ്റുകയാണെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. കാരണം ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ക്യൂ ആണ്. ഓഫ്ലൈൻ ടിക്കറ്റിന് ഭയങ്കര ക്യൂ ആണ്, റേറ്റും കൂടുതലുണ്ട്. ഓൺലൈൻ ടിക്കറ്റിന് റേറ്റ് കുറവാണ്. ഇതാണ് ഇതിൻ്റെ കവാടം, താജ്മഹലിൻ്റെ കവാടം ഇതാണ്. ഓക്കെ, ഇതിൽ ഓരോ കവാടത്തിലും അതേപോലെ തന്നെ അകത്ത്, താജ്മഹലിൻ്റെ അകത്തുള്ള ഈ ചിത്രപ്പണിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒരുപാട് ഖുർആനിലെ സൂറത്തുകളൊക്കെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയിൽ പറയുന്നത് അങ്ങനെയാണ്. അതിൽ ഒരുപാട് സൂറത്തുകൾ, ഏകദേശം 8-9 സൂറത്തുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ശരിക്കും താജ്മഹൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണവും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്. താജ്മഹൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ അകത്തേരാ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം പറയാം. താജ്മഹലിനോട് അകത്തോട്ട് കയറുകയാണ്. ഇവിടെ എത്തുന്നതിന് മുമ്പ്, അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, wow, it's awesome. ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതേ ഫ്രണ്ടിൽ കാണുന്ന. ഓക്കെ, the great Taj Mahal is front of me. Wow, what a beauty. മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ വൈഫ് ആയിട്ടുള്ള മുംതാസിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഈ ഒരു താജ്മഹൽ ക്രിയേറ്റ് ചെയ്തത്. താജ്മഹൽ നിർമ്മിച്ചത് അങ്ങനെയാണ് ഹിസ്റ്ററി പറയുന്നതാണ്. മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ വൈഫിൻ ആയിട്ടുള്ള മുംതാസിൻ്റെ ഓർമ്മക്കായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് ലോകത്തിൽ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാലോ ലോകം എന്ന് പറയുന്നത് എത്രത്തോളം വിശാലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ അത്ഭുതം, ലോകത്തിലെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ചൈനയിലെ 9, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിൽ 7 അത്ഭുതങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു അത്ഭുതമാണ് ദേ ഈ കാണുന്ന താജ്മഹൽ. അപ്പോൾ
എത്രത്തോളം അതിൻ്റെ വാല്യൂ. ഏതൊരു പ്രോഗ്രാമിന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയ സമയത്ത് ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, താജ്മഹലൊക്കെ ഉള്ള ആ ഒരു സ്ഥലമല്ലേ? ഓക്കെ, അതാണ്. അപ്പോൾ താജ്മഹൽ എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിട്ട് പ്രൗഡാണ്. കാരണം ഈ ഒരു ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്ന് നമ്മുടെ ഇന്ത്യയിലാണ്, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്താണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര പ്രൗഡ് തന്നെയാണ്. അപ്പോൾ താജ്മഹലിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇവിടേക്ക് വരണം. എങ്കിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. മെയിൻ കവാടത്തെ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. നേരെ ആ കവാടം കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗാർഡനാണ്. ഗാർഡനിൽ നടുക്ക് ഇതേപോലെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാലാണിത്. ഇതൊക്കെ ഫേവറേറ്റ് ഫോട്ടോഷൂട്ടിനുള്ളൊരു സ്പോട്ടാണ്. താജ്മഹലിനെ കുറിച്ചിട്ട് സെർച്ചൊക്കെ ചെയ്താൽ അവിടെ കൂടുതലും കാണുന്നത് ഈ സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്. ഇവിടെ എടുക്കുന്നുണ്ട് ഓൾറെഡി. ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ, ഈ സീറ്റിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. ഇത് അങ്ങനെ ഇരുന്നിട്ട് അതായത് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കണം. അവിടെ എടുക്കുന്നുണ്ട്. മൂപ്പര് ഫോട്ടോ എടുക്കുന്നുണ്ട്. വണ്ടർഫുൾ. താജ്മഹലിനെ കുറിച്ചുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. അത് താജ്മഹലിൻ്റെ നേരത്തെ പറഞ്ഞില്ല, കവാടത്തു നിന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് കിട്ടുന്ന സംഭവമാണ്. ലെഫ്റ്റ് സൈഡ് ഇത് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരുപാട് അതിൻ്റെ ഹിസ്റ്ററികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഹിസ്റ്ററി മനസ്സിലാക്കാനൊക്കെ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് വഴി, അതിനകത്തൂടെ ഒരുപാട് നടവഴികളുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഇവിടുന്ന് കിട്ടിയൊരു അറിവ്, താജ്മഹലിൽ വരുന്നവർ വെള്ളിയാഴ്ച ഈ താജ്മഹലിനകത്തോട്ട് അലൗഡ് ഇല്ലെന്നാണ് പറയുന്നുള്ളത്. കൃത്യ അറിവാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. വെള്ളിയാഴ്ച അലൗഡ് ഇല്ല. കാരണം ഇവിടെ ജുമാ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് താജ്മഹലിൻ്റെ സൈഡ് തന്നെ ആയിട്ടൊരു പള്ളിയുണ്ട്, ജുമാ മസ്ജിദ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച അലൗഡ് ഇല്ല, വിസിറ്റേഴ്സിന് അലൗഡ് ഇല്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലും അലൗഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ കൺമുന്നിൽ താജ്മഹൽ. കബീറ, എത്രാമത്തെ പ്രാവശ്യം വന്നത് താജ്മഹലിൽ? കറക്റ്റ് പറയും. 13ാമത്തെ. ആണോ? ഞാൻ ഈ കബീറിനെ കുറിച്ച് എപ്പോഴും പറയാറില്ല. മീൻസ് ഫസ്റ്റ് ഇൻട്രോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെ കൂടെ പോകുന്നതൊക്കെ, കബീറിൻ്റെ കൂടെ പോകുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കബീർ ഏകദേശം 14 രാജ്യങ്ങളിൽ സന്ദർശിച്ച ഒരാളാണ്. അപ്പോൾ അതിൽ താജ്മഹൽ മാത്രം ഏകദേശം 13 പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഇത് 13ാമത്തെ പ്രാവശ്യമാണ്. കുബിന് കൊണ്ട് എത്ര പ്രാവശ്യം വന്ന്? 3 പ്രാവശ്യം. കുബിന് കൊണ്ട് വന്നിട്ടുണ്ടല്ലേ. ഞാനിപ്പോൾ എൻ്റെ വൈഫിനെ കൊണ്ട് വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം ഇവിടെയൊക്കെ മൊത്തം സന്ദർശിച്ചിട്ട് ഇവിടുത്തെ ഏകദേശം കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ കാര്യങ്ങൾ. കബി, ഇത് ഫേവറേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഫേവറേറ്റ് ഫോട്ടോഷൂട്ടിന് ഫേവറേറ്റാണ് ഈ ഇരിപ്പിടും താജ്മഹലും. അപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് തന്നെ പോകാൻ. താജ്മഹലിന് തൊട്ട് താഴെയുള്ള എന്തുകൊണ്ട് ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായെന്ന് വെച്ചാൽ ഇത് തന്നെ. ഇതിൻ്റെ ഡിസൈനിങ് രീതിയും ഇത് നിർമ്മിച്ച രീതി ഭയങ്കര സംഭവമാണ്. മൊത്തം മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയാന്ന് പറഞ്ഞു. ഏതൊരു മാർബിൾ ഉണ്ട്, ആ മാർബിളിൻ്റെ പേര് പറയാം. എന്ത് മാർബിൾ? പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന മാർബിൾ, അങ്ങനെ എന്തോ ഉണ്ട്. അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത് അങ്ങനെയാണ്. ഈ പേർഷ്യൻ കയ്യെഴുത്തുകാരനായിട്ടുള്ള അമാനത്ത് ഖാനാണ് ഇതിൻ്റെ എഴുത്ത് ഫുള്ള് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തത്. തുളുത് എഴുത്ത് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്, തുളുത് എഴുത്ത്. ഇവിടെയുള്ള ഈ കംപ്ലീറ്റ് എഴുത്തുകളുണ്ടല്ലോ, അതൊക്കെ ഈ കയ്യെഴുത്തുകൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ള മാർബിൾ കൊത്തിയിട്ട് അതിൽ ജാസ്പർ എന്ന കല്ല് ഉൾച്ചേർത്ത് കൊണ്ടാണ്. ജാസ്പർ എന്നുള്ള കല്ലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ ഫുള്ള് എഴുതിയിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫുള്ള് ഖുർആൻ വചനങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറേ സൂറത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന്. ഖുർആനിലെ താഴെ പറയുന്ന പ്രതിപാദ്യങ്ങളും
എന്ത് ചെയ്യുന്നുണ്ട്, സന്നിശ്ചിതമാണെന്ന് പറഞ്ഞുള്ളത്. കുറേ സൂറത്തുകൾ ഖുറാൻ എല്ലാ കുറേ സൂറത്തുകൾ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഖുറാനിലെ 91-ാം സൂറത്തായിട്ടുള്ള ഷംസ്, അതേപോലെ തന്നെ 112-ാം സൂറത്ത് ഇഖ്ലാസ്, 89-ാം സൂറത്ത് ഫജ്ർ, 93-ാം സൂറത്ത് ലുഹ, 95-ാം സൂറത്ത് തീൻ, 94-ാം സൂറത്ത് ഷർ, 36-ാമത്തെ സൂറത്തായിട്ടുള്ള യാസീൻ, അതേപോലെ തന്നെ 81-ാം സൂറത്തായിട്ടുള്ള തക്ബീർ, 82-ാമത്തെ ഇംഫിത്താർ, 84 ഇൻസിക്കാക്ക്, അതേപോലെ തന്നെ 98-ാമത്തെ ബയ്യന സൂറത്ത്, 67-ാമത്തെ സൂറത്ത് മുൽക്ക് സൂറത്ത്, 48-ാം സൂറത്തായിട്ടുള്ള ഫത്തഹ്, 77-ാം സൂറത്തായിട്ടുള്ള മുർസലാത്ത്, അതുപോലെ തന്നെ 39-ാമത്തെ സൂറത്തായിട്ടുള്ള സുമർ എന്നുള്ള അങ്ങനെ ഒരുപാട് സൂറത്തുകൾ കൊണ്ട് എഴുതി ചേർത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചുമരിലുണ്ടെന്നാണ് പറയുന്നത്, ഇതിനകത്തുള്ള ചുമരിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ എന്താ പറയുക, എത്ര ഇതിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഴുത്തുപണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആ മാർബിളുകളിൽ ഫുള്ള് എഴുതിയിട്ടുള്ളത് മൊത്തം ഖുറാനിലെ വാക്കുകൾ കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പ്രത്യേകതകൾ വേറെയുണ്ട്. ശരിക്കും ഇതിൻ്റെ മുഗൾ ചക്രവർത്തിയുള്ള ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള മുംതാസിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത്. ശരിക്കും അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. ഏകദേശം ഇത് നിർമ്മിച്ച കാലഘട്ടം എന്ന് പറയുമ്പോൾ 1632-ലാണ്. ഏകദേശം 1632. ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം 2022 കാലഘട്ടം, 2000 കാലഘട്ടങ്ങളൊക്കെയാണ്. 1632 തുടങ്ങിയിട്ട് ഏകദേശം 1653-ലാണ് പണി തീർന്നത്. ഏകദേശം 1632 തുടങ്ങിയിട്ട് 1653 ഏകദേശം 19-20 വർഷം എടുത്തു. ഈ ഒരു താജ്മഹൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 20 വർഷം എടുത്തു എന്നാണ് ചരിത്രം പറയുന്നുള്ളത്. ഉസ്താദ് അഹമ്മദ് ലാഹോർ എന്നുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. ഉസ്താദ് അഹമ്മദ് ലാഹോർ എന്നുള്ളതാണ്. കാലത്തിൻ്റെ കവളിൽ വീണ കണ്ണീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ള അദ്ദേഹം താജ്മഹലിനെ വിശേഷിപ്പിക്കുന്നത് കാലത്തിൻ്റെ കവളിൽ വീണ കണ്ണീർത്തുള്ളി എന്നാണ്. അദ്ദേഹം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താജ്മഹലിൻ്റെ തൊട്ടടുത്ത് പറയുമ്പോൾ നമുക്ക് താജ്മഹൽ ഇതിൻ്റെ ഓരോ വർക്കും ഓരോ വർക്കും അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൻ്റെ ചില ഡിസൈൻസൊക്കെ അത് ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. 1632-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 19-20 വർഷം എടുത്ത് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാം കംപ്ലീറ്റ് ഇതേപോലെ മാർബിൾ കൊണ്ടുണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നുണ്ട്. 1631 ഇതിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ 1631 ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യ മുംതാസ് 14-ാം കുട്ടിക്ക് ജന്മം നൽകി തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മരണപ്പെട്ടു. അപ്പോൾ ഭയങ്കരം ആ ഭാര്യ മരണപ്പെട്ടതുകൊണ്ട് ഭയങ്കരം ദുഃഖിതനായിട്ട് അതിനുശേഷമാണ് ഇങ്ങനൊരു സംഭവം, മീൻസ് ഭാര്യയുടെ ഓർമ്മക്കായിട്ട് ഭാര്യയെ മറവ് ചെയ്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഒരു സ്തൂപം പണിയാം എന്നുള്ള പ്ലാൻ അതാണ്. ഇതിൻ്റെ അടുത്തെത്തുമ്പോഴുണ്ട് നമ്മൾ ലോങ്ങിൽ നിന്ന് കാണുന്ന വ്യൂവേ അല്ല. നമ്മൾ വിചാരിച്ച ചെറിയൊരു സംഭവമാണെന്ന്. ഏതൊരു മൂവിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, കുത്തുബ് മിനാറാണോ താജ്മഹലാണോ ഏറ്റവും വലുത് നോക്കുമ്പോൾ താജ്മഹലാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഇറ്റ്സ് അമേസിങ്. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബെസ്റ്റ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളെന്തായാലും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലമാണ് താജ്മഹലൊക്കെ. കാരണം ലോകത്തിൻ്റെ അത്ഭുതമാണ്. പിന്നെ താജ്മഹലിൽ വേറൊരു പ്രത്യേകതയാണ്, താജ്മഹലിൻ്റെ തീരത്തൂടെയാണ് യമുന നദി കടന്നു പോകുന്നുള്ളത്. യമുന നദി അത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച നമുക്കിവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല, മീൻസ് വിസിറ്റേഴ്സിന് അലോഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പള്ളിയിൽ വെച്ചിട്ടാണ് വെള്ളിയാഴ്ച ജുമാസ്കാരം നിർവഹിക്കുന്നത്. ഈ പള്ളിയിൽ വെച്ചിട്ടാണ്, ഇത് തൊട്ടുമുമ്പിൽ കാണിക്കുന്ന പള്ളിയിൽ വെച്ചിട്ടാണ്. ഇത് യമുന നദി, ഇത് താജ്മഹലിൻ്റെ പിറകു വശമാണ് യമുന നദി സ്ഥിതി ചെയ്യുന്നുള്ളത്. ഓക്കെ, വല്ലാത്ത എക്സ്പീരിയൻസാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ്. Fine. Good, awesome. Where are you from? Kolkata. Bengal? Yeah.
താഴെ കൂടി കബീർ വരുന്നൊരു കാഴ്ചയുണ്ട്. സൂമാക്കിയിട്ട് വരെ കാണാൻ പറ്റുന്നില്ല മൂപ്പനെ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ പണി നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് ഈ താജ്മഹലിൻ്റെ അകത്ത് മുംതാസിൻ്റെ ശവകുടീരം ഉണ്ട് എന്നാണ്. അത് നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് ആണെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മുംതാസ് രാജ്ഞിയുടെ ഖബറുടേതാണ് കേട്ടോ. ഫുൾ കൊത്തുപണി, ഒരു രക്ഷയില്ലാത്ത കൊത്തുപണി, വല്ലാത്ത ഫീലാണ് കേട്ടോ ഇതിനകത്തൊക്കെ. എക്കോ അടിക്കുന്നല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ? ഇതേ ആ കാണുന്നതാണ് മുംതാസ് രാജ്ഞിയുടെ ഖബറുടേതാണ്. ഇതിൽ സംസാരിക്കുമ്പോൾ എക്കോ അടിക്കുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ ചിത്രപണികളൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ കൊത്തുപണി. ഇതിനകത്ത് മൊത്തം കൊത്തുപണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കേട്ടോ. അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് എടുത്താണ്, അപ്പോഴേക്കും അവർ വന്ന് അത്രയും എടുക്കാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യമാണ്. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൊത്തുപണികളുടെ ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ള കൊത്തുപണികളാണ് ശരിക്കും. എന്താ പറയുക, നമുക്ക് എത്ര ആലോചിച്ചെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒത്തുമണി കിട്ടില്ല. ചില ഇത് കണ്ടോ, ഇവിടെ ഉള്ളത് ഇതിൻ്റെയൊക്കെ ഒത്തുമണികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം 1632 പണി കഴിപ്പിച്ച ഒരു സംഭവമാണ്. ഓക്കെ, വാതിലുകളുടെ ഇതൊക്കെ ദ ഗ്രേറ്റ് താജ്മഹൽ. നമ്മൾ അതുവഴി കയറിയിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ പിന്നാമ്പുറത്തെ നമുക്ക് എന്ത് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പിന്നാമ്പുറം മീൻസ് താജ്മഹലിൻ്റെ പിറക് സൈഡ് ഇതാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. യമുന നദി അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയുണ്ട് കേട്ടോ ഇതേപോലെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ. കൊത്തുപണികൾ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, ഒരു നമുക്കെന്താ പറയുക, ഇവിടെ നിന്ന് വന്നിട്ടൊരു കർവ് നേരെ സ്ട്രൈറ്റ് വീണ്ടും ഒരിതാണ്. നമുക്ക് പക്ഷേ ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ എല്ലാം സ്ട്രൈറ്റ് പോലെയാണ് ഫീൽ ചെയ്യുക, ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ. പക്ഷേ ഇത് ഇവിടെ അടുത്തെത്തുമ്പോൾ വേറെ തന്നെ ഫീൽ. നമ്മൾ ലോങ് വ്യൂ കാണുമ്പോൾ ആ സ്ട്രൈറ്റ് ആയിട്ട് എന്താ വരച്ച വെച്ച പോലെയാണല്ലേ. ഇതിനൊക്കെ ഇതിൻ്റെ എത്ര ഏകദേശം നേരത്തെ അവിടെ 3 കാണിച്ചതാണ്. 1, 2, 3, 4. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അവിടെ ഒരു Excuse me. Hi. Are you coming from? Kerala. Raiwan. Habibi, come to Kerala. പുതിയ ആളാണോ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അങ്ങനെ ചോദിക്കണമെന്നുണ്ട് കേട്ടോ വേറെ ആൾക്കാരോടെങ്കിലും. നോക്കട്ടെ, ആരെയും കിട്ടിയാൽ ചോദിക്കാം. അപ്പോൾ ഇതാണ് താജ്മഹൽ. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ അപ്പുറത്തൊരു മസ്ജിദ് കാണിച്ചായിരുന്നു, ജുമാ മസ്ജിദ്. നേരെ ഓപ്പോസിറ്റും അതിൻ്റെ നേരെ എതിർവശത്തും ഇതേപോലെ ഒരു മസ്ജിദ് ഉണ്ട്. പക്ഷേ ഇതിൽ നിസ്കാരവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയപ്പെട്ടത്. നേരത്തെ കണ്ട അവിടെ വെള്ളിയാഴ്ചകളിൽ ജുമാ നിസ്കാരം ഉണ്ടാറുണ്ട്, ബാക്കിയുള്ള നിസ്കാരങ്ങൾ ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. എൻ്റെ അറിവനുസരിച്ച് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെയാണ് താജ്മഹലിനെ കുറിച്ചുള്ള വിവരങ്ങൾ. പിന്നെ
യമുന നദിക്ക് അപ്പുറത്ത് അന്ന് തന്നെ ആ സമയത്ത് തന്നെ വീണ്ടും ഒരു താജ്മഹൽ പോലുള്ളൊരു ഇതുണ്ടാക്കാൻ വേണ്ടി അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അത് സത്യമാണോ അല്ലെന്ന് അറിയില്ല. നേരെ ഓപ്പോസിറ്റ് കാണുന്ന നദിക്ക് അപ്പുറത്താണ്, സൂം ആക്കിയിട്ട് കാണിക്കുന്ന അപ്പുറ സൈഡാണ്. പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ് ആർമി ഉണ്ടല്ലോ, ആർമി ആണ് അത് ഏറ്റെടുത്തിട്ടുള്ളതും അവിടെ നിൽക്കുന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ നേരത്തെ കാണിച്ച ഇതിനുള്ള ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടല്ല വിസിറ്റേഴ്സ് കുറച്ച് കുറവാണ്. പക്ഷേ ഇത്രയും വലിയ സ്ഥലത്ത് ചിലപ്പോൾ നല്ല വിസിറ്റേഴ്സ് ആയിരിക്കാം. നമുക്കിത് ചെറിയ ഉറുമ്പൊക്കെ എഴുതുന്ന ഒരു ഫീല് കിട്ടുന്നുള്ളൂ. ഏകദേശം ഒരു ദിവസം ഒരുപാട് 10,000-കണക്കിന് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ താജ്മഹലിനെ കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങൾ ഇതാണ്. രണ്ട് കേരളത്തിലെ 2 സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ പിറകിലുണ്ട്. കേരളത്തിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നേരത്തെയും കണ്ടിട്ടുണ്ട്. താജ്മഹലിൻ്റെ ഫ്രണ്ട് ഗേറ്റ്, നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ഗേറ്റ് അതാണ്, ഫ്രണ്ട് ഗേറ്റ്. ഓക്കെ, ഫ്രണ്ട് ഗേറ്റ് അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, അവിടെ നിന്ന് വന്ന് അതുവഴി ഒരുപാട് വന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്ന സമയം കുറച്ച് ഉച്ച സമയത്തായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ടുള്ള വെയിലും പിന്നെ ഇതേപോലെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നം, ഫോണ് മൊത്തം ചൂടായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് മീൻസ് ക്യാമറയും ഇതേപോലെ ചൂടായിട്ട് ആകെ സീനായി. ഐഫോൺ അടക്കം അതാ സീനുണ്ടായത്. ഇതാണ് ഇതിൻ്റെ താജ്മഹലിൻ്റെ ഫ്രണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് ഫ്രണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. എന്താ പറയുക, ഞാനും കബീറുമാണ് വന്നിട്ടുണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നേരെ ഡൽഹിയിലോട്ട് പോവാം. ഡൽഹിയിൽ ചെന്നിട്ട് നാളെ ഒരു ദിവസം ഡൽഹി സ്ട്രീറ്റ്, ഡൽഹി ജുമാ മസ്ജിദ്, ചാന്ദിനി ചൗക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, ഡൽഹിയിലെ കുറച്ച് സ്ഥലങ്ങളൊന്ന് കറങ്ങാം. എന്നിട്ട് മറ്റന്നാൾ രാവിലെ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി. അപ്പോൾ ഓക്കെ, താങ്ക് യു.